സൂരജ് സൂരജിനെ പറ്റി പറയുകയാണെങ്കിൽ സൂരജിനെ ആദ്യം ഞാൻ നോട്ട് ചെയ്യുന്നത് പാടാത്ത പൈങ്കിളി എന്ന് പറയുന്ന സീരിയലിലായിരുന്നു. ആ സീരിയല് സൂരജ് മാറുന്നവരെയും ഞാനത് സ്ഥിരമായിട്ടത് കാണാറുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാനത് ആ സീരിയൽ കണ്ടിട്ടില്ല. പിന്നീട് ഞാൻ സൂരജിനെ നോട്ട് ചെയ്യുന്നത് മൃദുഭാവി ദൃഢകൃത്യം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലാണ്. അതിൽ പാടാത്ത പൈങ്കിളിയിൽ അഭിനയിച്ചതിനേക്കാളും ഒത്തിരി മേളിലായിരുന്നു സൂരജിൻ്റെ അതിലെ പെർഫോമൻസ്. ഒരു ഹീറോയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു പാക്കേജാണ് ശരിക്കും പറഞ്ഞ സൂരജ്. കാഴ്ചയ്ക്കായാലും പെർഫോമൻസിൻ്റെ കാര്യമായാലും എല്ലാം ശരിക്കും ഭാവിയുള്ള ഒരു കലാകാരനാണ്. ഇപ്പോൾ ഈ സിനിമ ഒരു വടക്കൻ പ്രണയപർവത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സൂരജിനുണ്ടായിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. വെറുതെ പറയുന്നതല്ല, ശരിക്കുള്ള കാര്യമാണ്. ഈ പറഞ്ഞ പോലെ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സട്ടിലായിട്ടുള്ള ഭാവങ്ങൾ പോലും അത്ര ഭംഗിയായിട്ട് സൂരജ് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് നല്ല ഒരു ഹൈറ്റ്സിലേക്ക് എത്തട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ വരണം. ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിപ്പെടാൻ എന്തുകൊണ്ടും എന്താ പറയുക, അത് അങ്ങനെ എത്തിപ്പെടാനുള്ളൊരു ഒരു യോഗം ഉണ്ട് ഈ ഒരു ആക്ടറിന്. എനിക്കങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തട്ടെ. ഇതൊന്നും അല്ല, ഇതൊരു തുടക്കം മാത്രം. ഇനി അങ്ങോട്ടുള്ളൊരു ജേണി എന്ന് പറയുന്നത് തിരിഞ്ഞു പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ ആവട്ടെ, അത്ര ഹൈറ്റ്സിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.